Hello friends, welcome back to our channel Farhas Vlog. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് കെമിസ്ട്രിയിലെ പീരിയോഡിക് ടേബിൾ ആൻഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പീരിയോഡിക് ടേബിൾ ആൻഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന ചാപ്റ്റർ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതിലെ കുറച്ച് എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്തു നോക്കാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് സം എലമെൻറ്റ്സ് ഗിവൺ. ഫസ്റ്റ് വൺ, അപ്പോൾ എ നിയോൺ 3s2 3p5, ബി ആർഗൺ 4s1, സി ആർഗൺ 3d5 4s2 and D argon 3d10 4s2 4p5. Which of the elements belongs to same group? ഒരേ ഗ്രൂപ്പിലുള്ള എലമെൻറ്റ്സ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എ പാർട്ട് ചെയ്ത് നോക്കാം. എ നിയോൺ 3s2 3p5. അപ്പോൾ ഇതൊരു പി ബ്ലോക്ക് എലമെൻ്റ് ആണ്. പി ബ്ലോക്ക് എലമെൻറ്റിൻ്റെ ഗ്രൂപ്പ് കാണാനായിട്ട് പിയിലുള്ള ഇലക്ട്രോൺസ് പ്ലസ് 12. അപ്പോൾ ഇവിടെ 5 + 12 = 17. അപ്പോൾ ഇതൊരു 17ാമത്തെ ഗ്രൂപ്പിൽ എലമെൻ്റ് ആണ്. നെക്സ്റ്റ് ബി = ആർഗൺ 4s1. അപ്പോൾ എസ് സബ്ഷെല്ലിൽ ഒരു ഇലക്ട്രോൺ, അപ്പോൾ അതിൻ്റെ ഗ്രൂപ്പ് 1. ദെൻ സി 3d5 4s2. അതൊരു ഡി ബ്ലോക്ക് എലമെൻ്റ് ആണ്. ഡി ബ്ലോക്ക് എലമെൻറ്റിൻ്റെ ഗ്രൂപ്പ് കാണാൻ ഡിയിലുള്ള ഇലക്ട്രോൺസ് പ്ലസ് എസ്സിലുള്ള ഇലക്ട്രോൺസ്. സോ 5 + 2 7. ലാസ്റ്റ് നമുക്ക് ഡി ചെയ്ത് നോക്കാം. ആർഗൺ 3d10 4s2 4p5. അപ്പോൾ ഇതൊരു പി ബ്ലോക്ക് എലമെൻ്റ് ആണ്. പി ബ്ലോക്ക് എലമെൻറ്റിൻ്റെ ഗ്രൂപ്പ് കാണാൻ 5 + 12 17. അപ്പോൾ ഒരേ ഗ്രൂപ്പുള്ളത് ഏതൊക്കെയാണ്? എയും ഡിയും അല്ലേ? അപ്പോൾ എ പാർട്ടിൻ്റെ ആൻസർ എ ആൻഡ് ഡി. ഇനി നമുക്ക് ബി പാർട്ട് ആൻസർ ചെയ്യാം. Which element has the lowest ionization energy? ബി പാർട്ട്, വിച്ച് എലമെൻറ്റ് ഹാസ് ദ ലോവസ്റ്റ് അയോണൈസേഷൻ എനർജി, അതായത് ഏറ്റവും കുറഞ്ഞ അയോണീകരണ ഊർജ്ജമുള്ള എലമെൻറ്റ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം അയോണീകരണ ഊർജ്ജം കുറവ് എസ് ബ്ലോക്ക് എലമെൻറ്റ്സിനാണ്. അപ്പോൾ ഇതിൽ ഏതാണ് എസ് ബ്ലോക്ക് എലമെൻറ്റ്? 4s1, ആർഗൺ 4s1. അപ്പോൾ ആൻസർ ബി. ഓക്കെ, ബി പാർട്ടിൻ്റെ ആൻസർ ബി. ഇനി നമുക്ക് സി പാർട്ട് ആൻസർ ചെയ്ത് നോക്കാം. Which is the element that always shows +1 oxidation state? +1 oxidation state കാണിക്കുന്ന എലമെൻറ്റ്സ് എപ്പോഴും എസ് ബ്ലോക്കിലെ ഫസ്റ്റ് ഗ്രൂപ്പ് എലമെൻറ്റ്സ് ആയിരിക്കും. അപ്പോൾ ഇതിലേതാണ് ഫസ്റ്റ് ഗ്രൂപ്പ് എലമെൻറ്റ്? ബി തന്നെയാണ് അല്ലേ? അപ്പോൾ സി പാർട്ടിൻ്റെ ആൻസർ ബി. ഡി പാർട്ട് ആൻസർ നമുക്ക് ചെയ്ത് നോക്കാം. റൈറ്റ് ഡൗൺ ദ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് Cr4+ അയോൺ. അതായത് Cr4+ അയോണിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമുക്ക് എഴുതണം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് എഴുതി നോക്കാം. ക്രോമിയത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി നോക്കാം. Cr24 ആണ്. ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഹാഫ് ഫീൽഡ് അറ്റോമിക് സ്റ്റെബിലിറ്റി ഉള്ള ഒരു എലമെൻ്റ് ആണ് ക്രോമിയം. അപ്പോൾ നമുക്കിതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി നോക്കാം. 1s2 2s2 2p6 3s2 3p6 4s1 3d5. ഇങ്ങനെയാണ് ഇതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരിക. അപ്പോൾ ഇത് ക്ലിയർ ആയിട്ട് മുന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഇനി നമുക്ക് Cr4+, അതായത് 4 ഇലക്ട്രോൺസിന് നമുക്ക് ഇതിൽ നിന്ന് ഒഴിവാക്കണം. അപ്പോൾ ആദ്യത്തെ ഇലക്ട്രോൺ എഴുന്നാണ് പോവുക? എസ് എന്ന് പോകും അല്ലേ? എസ് എന്ന് പോയിട്ട് പിന്നെ 3Dന്ന് 3 കൂടെ പോകും. അപ്പോൾ Cr4+ അയോണിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2 2s2 2p6 3s2 3p6 3d2 എന്നാണ് വരിക. കാരണം എന്താണ്? 4s നിന്ന് ഒരു ഇലക്ട്രോണും 3Dന്ന് 3 ഇലക്ട്രോൺസും പോയി. ഓക്കെ, അപ്പോൾ നമ്മൾ ഡി പാർട്ട് ആൻസർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വായിച്ച് നോക്കാം. ദ തേർഡ് ഷെൽ ഓഫ് എൻ ആറ്റം ഹാസ് 3 ഇലക്ട്രോൺസ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് ഡൗൺ ദ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആൻഡ് ബി പാർട്ട് ടു വിച്ച് ഗ്രൂപ്പ് ഓഫ് ദ പീരിയോഡിക് ടേബിൾ ഡസ് ദ എലമെൻറ്റ്സ് ബിലോങ്സ്. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്ത് നോക്കാം. അതായത് മൂന്നാമത്തെ ഷെല്ലിൽ 3 ഇലക്ട്രോൺസ് ആവണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം 2 ഷെല്ല് കംപ്ലീറ്റ് ചെയ്യാം. 1s2 2s2 2p6. ഇനി നമുക്ക് 3s2 3p1, അതായത് മൂന്നാമത്തെ ഷെല്ലിൽ 3 ഇലക്ട്രോൺസ് അല്ലേ? മൂന്നാമത്തെ ഷെല്ലിൽ 3 ഇലക്ട്രോൺസ്. അപ്പോൾ 1s2 2s2 2p6 3s2 3p1. അപ്പോൾ നമ്മൾ എ പാർട്ടിന് ആൻസർ ചെയ്തു. ഇനി നമുക്ക് ബി പാർട്ട് എന്താ നോക്കാം.
ടു വിച്ച് ഗ്രൂപ്പ് ഓഫ് ദ പീരിയോഡിക് ടേബിൾ ഡസ് ദ എലമെൻറ്റ്സ് ബിലോങ്സ്. അതായത് ഇത് ഏത് ഗ്രൂപ്പിലാണ് പെടുക എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് പി ബ്ലോക്ക് എലമെൻറ്റ്സിൻ്റെ ഗ്രൂപ്പ് കാണാൻ പി സബ്ഷെല്ലിലെ ഇലക്ട്രോൺസിനോട് കൂടെ 12 കൂട്ടിയാൽ മതി. അപ്പോൾ 1 + 12 13. അപ്പോൾ ഇതൊരു 13ാമത്തെ ഗ്രൂപ്പ് എലമെൻ്റ് ആണ്. നെക്സ്റ്റ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ വായിച്ച് നോക്കാം. ദ ഔട്ടർ മോസ്റ്റ് ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് എലമെൻറ്റ് എ ഈസ് 3s2 3p4. അപ്പോൾ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എഴുതി നോക്കാം. 3s2 3p4. ഓക്കെ. ഇനി എ പാർട്ട്. ടു വിച്ച് പീരിയഡ് ഓഫ് ദ പീരിയോഡിക് ടേബിൾ ഡസ് ദ എലമെൻറ്റ്സ് ബിലോങ്സ്. അപ്പോൾ ഇത് ഏത് പീരിയഡിലാണ് വരിക എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഏറ്റവും വലിയ കോഎഫിഷ്യൻ്റ് ആണ് പീരിയഡ്. അപ്പോൾ ഏതാണ് 3. ഇനി ബി പാർട്ട്. ഫൈൻഡ് ദ ഗ്രൂപ്പ് നമ്പർ. ഗ്രൂപ്പ് നമ്പർ കാണാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പി ബ്ലോക്കിൽ പി സബ്ഷെല്ലിൻ്റെ ഇലക്ട്രോൺസിനോട് കൂടെ 12 കൂട്ടുക. അപ്പോൾ 4 + 12 16. അപ്പോൾ ഇതൊരു 16ാമത്തെ ഗ്രൂപ്പ് എലമെൻ്റ് ആണ്. നെക്സ്റ്റ് വിച്ച് ഈസ് ദ ബ്ലോക്ക്. ബ്ലോക്ക് ഏതാണ്? പി ബ്ലോക്ക് എലമെൻറ്റ് അല്ലേ, പി ബ്ലോക്ക്. ഇനി നമുക്ക് നാലാമത്തെ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. പിക്ക് ഔട്ട് ദ റോങ് സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഫ്രം ഗിവൺ ബിലോ. അതായത് 4 ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ തന്നിട്ടുണ്ട്. ഇതിൽ റോങ് ആയിട്ടുള്ളത് പിക്ക് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഓരോന്ന് വെച്ച് ചെയ്ത് നോക്കാം. എ 1s2 2s2 2p7. 2p7 ഇതെങ്ങനെ വരുമോ? ഇല്ലല്ലോ. കാരണം പി എന്ന് പറഞ്ഞ സബ്ഷെല്ലിൽ മാക്സിമം 6 ഇലക്ട്രോൺസിനെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ 2p7 എന്നുള്ളത് തെറ്റാണ്. അതുകൊണ്ട് ഇത് റോങ് ആണ്. നമുക്ക് ബി പാർട്ട് ചെയ്ത് നോക്കാം. 1s2 2s2 2p2. 1s2 2s2 2p2. എസ് ഫില്ലാണ്, പി 2 ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പോൾ ഇതിന് കുഴപ്പമില്ല. അപ്പോൾ ഇത് ശരിയാണ്. നെക്സ്റ്റ് സി പാർട്ട് ചെയ്ത് നോക്കാം. 1s2 2s2 2p5 3s1. നമുക്ക് ഇങ്ങനെയാണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വന്നിട്ടുള്ളത്. അപ്പോൾ 1s2 2s2 2p5 ഇങ്ങനെ വരില്ല. കാരണം പിയിൽ 6 ഇലക്ട്രോൺസ് കംപ്ലീറ്റ് ആയതിനു ശേഷം മാത്രമേ എസ്സിലേക്ക് പോകുള്ളൂ. അപ്പോൾ ഈ കോൺഫിഗറേഷൻ തെറ്റാണ്. ഇനി നമുക്ക് ഡി ചെയ്ത് നോക്കാം. 1s2 2s2 2p6 3s2 3p6 3d2 4s1. അപ്പോൾ 1s2 2s2 2p6 3s2 3p6 ഇതുവരെ കുഴപ്പമില്ല. ഇനി 4s2 അതായത് 4sൽ 2 ഫില്ലായതിനു ശേഷം മാത്രമേ ഡിയിലോട്ട് ഇലക്ട്രോൺസ് പോകുള്ളൂ. അതുകൊണ്ട് ഇതും തെറ്റാണ്. ഇനി നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്ത് നോക്കാം. പീരിയോഡിക് ടേബിളിൻ്റെ ഒരു പാർട്ട് കൊടുത്തിട്ടുണ്ട്, എന്നിട്ട് 4 ക്വസ്റ്റ്യൻസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ എലമെൻറ്റ്സ് ഷോസ് -2 ഓക്സിഡേഷൻ സ്റ്റേറ്റ്. അതായത് -2 ഓക്സീകരണാവസ്ഥ കാണിക്കുന്ന എലമെൻറ്റ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ എ പാർട്ട്. വിച്ച് ഓഫ് ദ എലമെൻറ്റ് ഷോസ് -2 ഓക്സിഡേഷൻ സ്റ്റേറ്റ്. -2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്ന എലമെൻറ്റ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം -2 കാണിക്കണമെങ്കിൽ 16ാമത്തെ ഗ്രൂപ്പായിരിക്കും അല്ലേ. 16ാമത്തെ ഗ്രൂപ്പിലെ എലമെൻറ്റ്സിന് നമ്മൾ എങ്ങനെയാണ് കോൺഫിഗറേഷൻ എഴുതുക? 2 8 6 ഷെൽ കോൺഫിഗറേഷൻ ഇങ്ങനെയല്ലേ എഴുതുക. അപ്പോൾ ഇവിടെ 6 ഇലക്ട്രോൺസ് ഉണ്ട്. 2 ഇലക്ട്രോൺസും കൂടെ വന്നാലേ ഇവിടെ സ്റ്റെബിലിറ്റി കിട്ടുള്ളൂ. അതുകൊണ്ട് -2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നത് 16ാമത്തെ എലമെൻറ്റ്സ് ആയിരിക്കും. അപ്പോൾ ഇവിടെ ഏതാണ്? ജി. ഓക്കെ. നെക്സ്റ്റ് ബി പാർട്ട് ക്വസ്റ്റ്യൻ. Which of these elements have 3 electrons in their outermost p subshell? p subshellil outermost p subshellil അതായത് ബാഹ്യതമ p സബ്ഷെല്ലിൽ 3 ഇലക്ട്രോൺസ് വരുന്ന എലമെൻറ്റ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഏതായിരിക്കും? 15ാമത്തെ ഗ്രൂപ്പ് ആയിരിക്കും അല്ലേ. 15ാമത്തെ ഗ്രൂപ്പിൻ്റെ നമുക്ക് സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി നോക്കാം. 1s2 2s2 2p6 3s2 3p3 അല്ലേ. 6 8 10 12 15. അപ്പോൾ 3p3. അപ്പോൾ ഔട്ടർ മോസ്റ്റ് സബ്ഷെല്ലിൽ 3 ഇലക്ട്രോൺസ് വരുന്ന ഗ്രൂപ്പ് ഏതായിരിക്കും എന്ന് ചോദിച്ചാൽ 15ാമത്തെ ഗ്രൂപ്പാണ്. ഇവിടെ 15ാമത്തെ ഗ്രൂപ്പിലുള്ള എലമെൻറ്റ് ഏതാണ്? എഫ്. അതുകൊണ്ട് ആൻസർ എഫ്. നെക്സ്റ്റ് സി. വിച്ച് എലമെൻറ്റ് ഹാവ് ദ ഹയസ്റ്റ് അറ്റോമിക് റേഡിയസ്. അതായത് ഗ്രൂപ്പിൽ നിന്ന് മുകളിൽ നിന്ന് താഴോട്ട് വരുന്തോറും അറ്റോമിക് റേഡിയസ് ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുക. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ എസ് ബ്ലോക്കിൽ ഏറ്റവും വലിയ എലമെൻറ്റ് ഏതായിരിക്കും? എ ആയിരിക്കും. ഏറ്റവും റേഡിയസ് ഉള്ള എലമെൻറ്റ് എ. നെക്സ്റ്റ് ഡി പാർട്ട്.
വിച്ച് എലമെൻറ്റ് ഷോസ് വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്? നമ്മൾ പഠിച്ചിട്ടുണ്ട് വ്യത്യസ്ത ഓക്സീകരണാവസ്ഥ കാണിക്കുന്നത് ഡി ബ്ലോക്ക് എലമെൻറ്റ്സ് ആയിരിക്കും. അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് ഡി ബ്ലോക്ക് എലമെൻറ്റ്സ്? ഡി ആൻഡ് സി. അപ്പം ഡി ആൻഡ് സി. അപ്പോൾ നമ്മൾ ഈ 5 ക്വസ്റ്റ്യൻസിനും ആൻസർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. ഇനി ഏതെങ്കിലും പാർട്ട് വേണമെങ്കിലും അറിയിക്കാം. ഇനി നെക്സ്റ്റ് നമ്മൾ മോൾ കൺസെപ്റ്റ് എന്നുള്ള ചാപ്റ്റർ ആയിരിക്കും ഡിസ്കസ് ചെയ്യുക ഇൻഷാല്ലാ. അപ്പോൾ ഇൻഷാല്ലാ ഞാൻ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം. 10ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ബട്ടൻ്റെ അടുത്തുള്ള ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസൊക്കെ അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായി കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇൻഷാല്ലാ നമുക്ക് പുതിയ ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. വരയ്ക്കും. ബൈ, ടേക്ക് കെയർ.